ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേറൊന്നും ആലോചിക്കാനില്ല. പരാജയപ്പെട്ട പൂജ വീണ്ടും നടത്തണം. അന്ന് സർപ്പക്കളം വരയ്ക്കാനെത്തിയ പെൺകുട്ടി ദിവ്യത്വമുള്ളവളാ. അവള് വരണം. മോനെ, അവര് നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അവരെന്താണ് നിന്നോട് ചോദിച്ചേ? ആരാ അവരോട് നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്? സുമിത്രേ, ഇപ്പൊ അവനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അല്ല നവീനെ, കല്യാണ നിശ്ചയം കഴിഞ്ഞതൊക്കെ നേരാ. പക്ഷേ പെണ്ണിന് വേറെ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? അവനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ സുമിത്രയോട് മാത്രമായിട്ടല്ല പറഞ്ഞേ. ഒരെണ്ണത്തിന് എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. കേറി പോകത്ത് പോകാൻ. സുമിത്രേ, അവനൊന്ന് വിശ്രമിക്കട്ടെ. നീ വന്നേ. കാണാവുന്ന വാക്ക് പറഞ്ഞിട്ട് ഗാഥ എന്താ വരാത്തത്? അവൾക്ക് എന്തു പറ്റി? എന്താപത്തിലാണ് അവൾ ചെന്ന് പെട്ടതെങ്കിലും അത് കണ്ടെത്തിയേ മതിയോ? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. അവന്റെ പേരിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നീ അത് മനസ്സിലാക്കിയാ മതി. എന്താ കാര്യമൊന്നും മനസ്സിലാവാത്ത ടെൻഷനിലായിരുന്നു ഞാൻ. നാട്ടുകാരറിഞ്ഞാൽ എന്താ പറയാ നന്ദേട്ടാ? നാട്ടുകാരുടെ കാര്യമില്ല, അവന്റെ കാര്യം ഇപ്പൊ മുഖ്യം. എന്ന് മോനെ, കഴുത്തിലെന്തോ ഇഴഞ്ഞതുപോലെ ആകെ ഒരു അസ്വസ്ഥത. എന്താ മോനെ? നീ ബഹളം വെക്കാതിരിക്കേ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. അതിന്റെ ആവശ്യമൊന്നുമില്ല ചാ. തർക്കം പറയണ്ട, പോകാം. നീ ഒന്ന് പെട്ടെന്ന് ഫ്രഷ് ആയേ. ചെല്ലേ. എന്താ നന്ദേട്ടാ ഇതൊക്കെ? എന്തായാലും അമ്മയൊന്ന് തിരിച്ചെത്തണം. എന്നാലേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. തങ്കേജി, ഈ നേരം വരെ ഒന്നും കഴിച്ചില്ലല്ലോ. അതിന്റെയൊക്കെ ഈ തളർച്ച. ദാ ഇത് കഴിക്കും. എനിക്ക് വേണ്ട സുനന്ദേ. അത് പറഞ്ഞാ പറ്റില്ല. തളർന്ന് വീഴാതിരിക്കെങ്കിലും വേണ്ടേ? കഴിക്കി. എനിക്കൊന്നും വേണ്ടാത്തോണ്ടാ സുനന്ദേ. എന്റെ മോളെ കണ്ടെത്താതെ ഞാൻ വെറുതെ ഭക്ഷണം കഴിക്കില്ല. പറയുന്നത് കേക്ക് തങ്കേജി. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ നടത്തുന്ന നേർച്ചയാ. ആ ദൈവങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിലും ഇതോടെ ഞാൻ അങ്ങ് തീർന്നോട്ടെ. ആരാ തങ്കേജി? പരിചയമുള്ള നമ്പറല്ലേ? എടുക്ക്. ചിലപ്പോ കൃഷ്ണ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുകയാണെങ്കിലോ? ഹലോ, നിങ്ങളുടെ മകൾ കൃഷ്ണ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. നിങ്ങൾ ആരാ? എന്തിനാ നിങ്ങൾ എന്റെ കൃഷ്ണമോളെ പിടിച്ചു വെച്ചിരിക്കുന്നേ? മോളെ ജീവനോടെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ. സുന്ദരിയുടെ പേരിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടില്ലേ? ആ കേസ് പിൻവലിച്ച് സുന്ദരിയെ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ തന്നെ ഇറക്കണം. അല്ലെങ്കിൽ ഞങ്ങളിവിടെ കൊല്ലും. മോളുടെ ശബ്ദം കേട്ടല്ലോ. ഇനി തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. സുന്ദരി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ജീവനോടെ കിട്ടൂ.
ഹലോ 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 എന്താ തങ്കേച്ചി? ആരാ വിളിച്ചേ? കൃഷ്ണൻ എവിടെയുള്ളേ? തങ്കേച്ചി, തങ്കേച്ചി എന്താ? ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? തങ്കേച്ചി സമാധാനിക്കേ. നമുക്കേ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവാം. ചേച്ചി വേഗം വാ. പോവാം. വാ, നടക്ക, വേഗം വാ. സംശയം വേണ്ട, സർപ്പകോപം തന്നെയാണ്. കുടത്തിൽ ആവാഹിച്ച ദിവ്യനാഗം പുറത്തു പോയത് ശാപത്തിന്റെ ഉഗ്രസ്വരൂപം തന്നെയാ കാണിക്കുന്നത്. പൂജയുടെ പരാജയം തന്നെയാ ഇപ്പോ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും കാരണം. ഇതിന് പരിഹാരം എന്തെങ്കിലും? മോനെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ശരീരത്തിലുള്ള പാടുകളും അങ്ങ് പറയുന്നേം കൂട്ടി വായിക്കുമ്പോ കഠിനമാകും. പരീക്ഷണങ്ങളുടെ സ്വഭാവം അതാണ്. എന്തു പരിഹാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എന്തു പൂജ വേണമെങ്കിലും നടത്താം. വേറൊന്നും ആലോചിക്കാനില്ല. പരാജയപ്പെട്ട പൂജ വീണ്ടും നടത്തണം. അന്ന് സർപ്പക്കളം വരയ്ക്കാനെത്തിയ പെൺകുട്ടി ദിവ്യത്വമുള്ളവളാ. അവള് വരണം. പൂജകൾ പൂർത്തിയാകണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മോചനം ഉണ്ടാകൂ. അതുവരെ ദേവി കാത്തു രക്ഷിക്കട്ടെ. എങ്ങനെ ക്ഷീണോ തളർച്ചയോ ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. ലാസ്റ്റ് വീക്കിൽ ഞാനൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തേ ഉള്ളൂ. അതിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബോഡി ചെക്കപ്പ് സാറ് 2 മാസത്തിൽ ഒരിക്കൽ ചെയ്യാറുണ്ട്. ഈ പാടുകളൊക്കെ എന്തെങ്കിലും സ്കിൻ അലർജി ആണെന്ന് വേണം കണക്കുകൂട്ടാൻ. എനിവേ മിസ്റ്റർ നവീൻ, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. കുറച്ചുനേരം ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാറ് നിർബന്ധം പിടിക്കാതെ ഡോക്ടർ പറയുന്ന കേക്ക്. തൽക്കാലം നിങ്ങൾ റെസ്റ്റ് ചെയ്യും. ടെസ്റ്റുകളൊക്കെ ഞാൻ എഴുതിക്കോളാം. ക്ഷീണമുണ്ട് അല്ലേ സാറേ? ഉണ്ട്. എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ അല്പം ഒന്ന് കിടക്കട്ടെ. ആ ശരി സാർ. സാറ് കിടക്കാം.